ഏതാടാ നിന്റെ ഒറിജിനൽ മുഖം? ഫാദർ എബ്രഹാം പുന്നേക്കാട്ട്. സ്വാമി വടകഴിക്ക്. സ്വാമി ടെൻഷൻ അടിക്കണ്ട. സ്വാമിയുടെ ഒരു 3-4 ചോദ്യം അത്രേ ഉള്ളൂ. മുറുക്കാൻ കണ്ടില്ല? സ്വാമി മുറുക്കുന്ന കാണാൻ നല്ല ഭംഗിയാ. കുറച്ച് വാങ്ങിപ്പോട്ടെ? വേണ്ട സാർ. സ്വാമി ഒരു ഫാദർ എബ്രഹാം പുന്നേക്കാട്ടിനെ അറിയോ? അറിയാം സാർ, 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. CM-നും അദ്ദേഹത്തെ അറിയാം. വടകഴിക്ക്. CM-നെ കാണാൻ അദ്ദേഹം CM-ന്റെ വീട്ടിലും പോയിട്ടുണ്ട്. അതെനിക്കറിയില്ല സാർ. ആള് കുഴപ്പക്കാരനാണോ സാർ? നല്ല ഒന്നാന്തരം തരികിട അച്ഛൻ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അന്വേഷണം വേണ്ടി വന്നു. ജൂൺ 11-ാം തീയതി ഇയാൾ CM-നെ കണ്ടിരുന്നു. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്കല്ലേ CM സുഖമില്ലാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയത്? അതെ അതെ സാർ, ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും വന്നു. ഞാൻ സ്വാമിയെ കാണാൻ വന്ന ദിവസം. അതെ സാർ. എന്തിനാ? CM-ന്റെ അസുഖത്തിനെ പറ്റി തിരക്കാനാ വന്നത്. അച്ഛൻ നടത്തുന്ന അനാഥാലയത്തിൽ CM ചെല്ലാമെന്നേറ്റിരുന്നു. അതിനെപ്പറ്റിയും പറഞ്ഞു. എന്നിട്ട് CM ഓഫീസിൽ വരാൻ തുടങ്ങിയിട്ട് വീണ്ടും വരാം, അല്ലെങ്കിൽ CM വല്ല പ്രോഗ്രാമിനും പോവുകയാണെങ്കിൽ പുറത്ത് വെച്ച് കണ്ടോളാമെന്നും പറഞ്ഞു. വടകഴിക്ക്. ഓ, എന്നിട്ട് എന്നെ വിളിക്കാം, അപ്പോ CM-ന്റെ പ്രോഗ്രാം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ നമ്പർ കൊടുത്തു. സ്വാമിയുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. ഓ, ഞാൻ എന്റെ നമ്പർ തരാം. ഇനി അച്ഛൻ എപ്പോഴെങ്കിലും വിളിച്ച ആ സെക്കൻഡിൽ അയാൾക്ക് സംശയം തോന്നാതെ വേറെ ഏതെങ്കിലും ഫോണിൽ നിന്ന് തന്നെ വിളിക്കണം. ഇയാൾ വലിയ കുഴപ്പക്കാരനാണോ സാർ? കുഴപ്പക്കാരനാകുന്നവനും അയാളെ പിടിക്കണ്ടേ? പിടിക്കണ്ടേ? വേണം സാർ. ആളിതാണോ എന്ന് നോക്കി. ഈ ഭാഗം ശരിയാണോ? ഈ ഭാഗം ശരിയാ. ഇത് തന്നെ സാർ, ഇത് തന്നെ, ഇത് തന്നെ സാർ, ഇത് തന്നെ. ഫാദർ പുന്നക്കാട്ടിൽ, സെന്റ് ജോർജ് ചർച്ച് ആൻഡ് ഓർഫനേജ്, പെരിനാട്, കൊല്ലം. ഇങ്ങനെ ഒരു അഡ്രസ്സാണ് ഈ മനുഷ്യൻ CM-ന്റെ വിസിറ്റേഴ്സ് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പള്ളിയോ ഓർഫനേജോ പെരിനാടോ പരിസരത്തോ ഇല്ല. ഈ മനുഷ്യൻ അവസാനമായി CM-നെ കണ്ടത് ജൂൺ 11-ന്, CM ഹോസ്പിറ്റലാവുന്നതിന് ജസ്റ്റ് മുമ്പ്. ദ ലാസ്റ്റ് വിസിറ്റർ. ഈ കഴിഞ്ഞ ദിവസം ഇയാൾ CM-ന്റെ ഓഫീസിൽ വീണ്ടും ചെന്നിരുന്നു. CM-ന്റെ പുറത്തെ പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കാൻ. എന്തിനാണ്? യു ക്യാൻ ഗസ് ഇറ്റ്. ലെറ്റ് മീ റിപ്പീറ്റ്. അവർ CM ഈസ് നോട്ട് സേഫ്. CM നാളെ മുതൽ ഓഫീസിലെത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. പൊക്കോളാൻ അനുവദിച്ചിട്ടുണ്ട്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സർ, അത് നടക്കരുത്. ഈ മനുഷ്യൻ പിടിയിലാകുന്നതുവരെ CM-ന്റെ മൂവ്മെന്റ്സ് റെസ്ട്രിക്ട് ചെയ്തേ പറ്റൂ. പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം എളുപ്പമല്ല. ശ്രമിക്കാം. CM-ന്റെ വീട്ടിലെ സെക്യൂരിറ്റി കുറച്ചുകൂടി കർശനമാക്കേണ്ടി വരും. തീർച്ചയായും. അതുപോലെ ഗസ്റ്റിനെയും വിസിറ്റേഴ്സിനെയും, ഇനി പാർട്ടിക്കാരായാൽ പോലും മാക്സിമം അവോയ്ഡ് ചെയ്യണം. നടക്കില്ല, അത് നടക്കില്ല. പാർട്ടിക്കാരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചോദിക്കുകയാണ്. നിങ്ങളൊരു പോലീസ് ഓഫീസറാണോ പൊളിറ്റീഷ്യനാണോ? ഞാൻ എന്ത് കുന്തോ ആയിക്കോട്ടെ, നടപ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡോക്ടറെ കതറുകാരെ പോലെയല്ല, ഇവിടെ പാർട്ടിക്കാണ് ഇമ്പോർട്ടൻസ്. സാർ ഒരു കാര്യം ചെയ്യും, ക്ലിഫ് ഹൗസിൽ ടിക്കറ്റ് വെച്ച് ആളെ കയറ്റി CM-നെ കാണാൻ. പറഞ്ഞോണ്ട് പോണേ പ്ലീസ്. ടോപ്പ് പ്രയോറിറ്റി. ഈ ഫോട്ടോയുടെ ഏകദേശ രൂപമുള്ള മനുഷ്യനെ എങ്ങനെയും കണ്ടുപിടിച്ചേ മതിയാവും. അതും ജീവനോട്. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും നിങ്ങൾക്കുണ്ടാവില്ല. ഏത് അസമയത്തും എവിടെയും കയറി പരിശോധിക്കാം. ഹൈവേസ്, ഓൾ റോഡ്സ്, വെഹിക്കിൾസ്, ഹോട്ടൽസ്, റെസ്റ്റോറന്റ്സ്, അങ്ങനെ സംശയമുള്ള എന്തും. സർ, അത്രയും ടോപ്പ് പ്രയോറിറ്റി ആണെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് കൊടുത്തൂടെ? അങ്ങനെ പല വഴികളുണ്ട്. എന്നിട്ടും അത് ചെയ്യാതിരിക്കുന്നതിന് എന്തെങ്കിലും തക്കതായ കാരണം ഉണ്ടാവും. സർ, ഇത്രയും മന്ത്യവയോധികനായ ഒരു വൈദികൻ എന്താ സർ അദ്ദേഹം ചെയ്തത്? ഓഹോ, അതറിഞ്ഞാലേ ഇയാൾ പിടിക്കുള്ളൂ. സോറി സർ.
നിർത്ത് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? സോറി. പെറ്റി കേസുണ്ട്. എത്രയാ? 500 രൂപ. ദാ. റെസീറ്റ് കൊടുക്ക്. ആ, താങ്ക് യു. കൊണ്ട കൊടുക്കടോ ഗവർണറുടെ കയ്യില്. കൊണ്ട കൊടുക്കാൻ. വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കാനല്ല ജനങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് വിട്ടത്. ഇരുന്ന് തുരുമ്പ് പിടിക്കാനല്ല ആ പാർട്ടി എന്നെ മുഖ്യമന്ത്രിയാക്കിയത്. എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ, പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പണി തുടർന്നിട്ട് കാര്യമില്ല. അപ്പ നിർത്തിക്കോണം. പാർട്ടി വേറെ ആളെ കണ്ടെത്തിക്കോളും. കൊണ്ട കൊടുക്കടോ. എന്താ അത് സർ? മനസ്സിലായില്ലേ? എന്റെ രാജിക്കത്ത്. അല്ല സഖാവേ, അങ്ങേക്ക് അസുഖമുള്ളത് കൊണ്ടല്ലേ? ഡോക്ടർ ഒന്നും പറയണ്ട. ഉപ്പ്, എരിവ്, പുളി, മധുരം ഇതൊക്കെ കഴിച്ച കാലം മറന്നു. കുട്ടിക്കൊരങ്ങനെ പോലെ നിങ്ങൾ എന്തൊക്കെയാ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നേ? ഓട്ടം, ചാട്ടം, നീന്തല്, എഴയല്, നമസ്കാരം, നിസ്കാരം, അതിനൊക്കെ പുറമെ ഈ കുന്ത്രാട്ടത്തെ കയറിയുള്ള സർക്കസും. സ്ട്രെയിൻ ചെയ്യരുത്. ഒന്ന് ഓഫീസിൽ പോയാലോ, ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് ജനങ്ങളോട് 10 വാക്ക് സംസാരിച്ചാലോ ഇതിക്കുള്ള എന്ത് സ്ട്രെയിനാ ഉള്ളത്? നോക്കി നിൽക്കാതെ കൊണ്ട് കൊടുക്കണോ. ഇനിയും വച്ച് നീട്ടാതെ ഉള്ള കാര്യം അദ്ദേഹത്തോട് പറയാണ് നല്ലത്. CM വാസ് സീരിയസ്. രാജിക്കത്ത് പിൻവലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞേക്കാൻ പെരുമാൾ. യെസ് പെരുമാൾ, വി ഷുഡ് ഇൻഫോം. മറ്റു മാർഗമൊന്നുമില്ലേ പറയണേ സർ. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും തൃപ്തനല്ല. മനസ്സിലായി. പക്ഷേ നിങ്ങളതൊക്കെ ചോദിക്കേണ്ടത് ആ വകുപ്പിലെ മന്ത്രിയോടാണ്, CM-നോടല്ല. ഏതായാലും അദ്ദേഹത്തെ വിളിക്കൂ കേട്ടോ. എന്താ എല്ലാരും കൂടെ ഒരുമിച്ച്? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. എന്താ കഴിക്കാൻ? പതിവ് പോലെ തന്നെ. ഉപ്പില്ല, മുളകില്ല, പുളിയില്ല, വെറും മണ്ണ് തന്നെ. വല്ലാത്തൊരവസ്ഥയാ എന്റേത്. ഇനി താൻ അകത്തോട്ട് ചെല്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. പറ, എന്താ കാര്യം? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സാറിനോട് പറയാനുണ്ട്. എന്നാ പറഞ്ഞു. എന്നാ ഞാൻ പറയാം. ജൂൺ 11-ാം തീയതി അറ്റാക്ക് വന്ന് ഞാൻ ഹോസ്പിറ്റലിലായതു മുതൽ ഇതുവരെയുള്ളതെല്ലാം എനിക്കറിയാം. വിഷവും, അറ്റാക്കും, അന്വേഷണവും, കില്ലറും ഉൾപ്പെടെയെല്ലാം. എല്ലാം. വാസു എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി മാത്രമല്ല, എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. അങ്ങനെ എന്തെങ്കിലും എന്നിൽ നൊളിക്കാനോ മറയ്ക്കാനോ അയക്ക് സാധിക്കില്ല. എല്ലാം അറിഞ്ഞിട്ടാണോ സാറ് റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്? നിങ്ങൾ സസ്പെൻസ് കളിച്ചപ്പോ ഞാനും ഒന്ന് കളിച്ചു, അത്രേ ഉള്ളൂ. താനല്ലേ ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പെരുമാൾ? അതെ സർ. നമ്മൾ തമ്മിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ തന്റെ പേര് വളരെ പ്രസിദ്ധമാണല്ലോ. എന്റെ ശത്രുക്കൾ ആരാണെന്ന് ഞാൻ തന്നെ പറയണോ? പേടിക്കണ്ട, ഞാനിതൊന്നും ഒരിക്കലും ഒരു പത്രക്കാരോടും പറയത്തില്ല കേട്ടോ. പലരും കരുതും പോലെയല്ല, CM-ഉം പാർട്ടിയും ഒന്ന് തന്നെയാ. പക്ഷേ പത്രക്കാർക്ക് ഇത്തരം വാർത്തകൾ കിട്ടേണ്ട താമസം. ഓവർ ടൈം ഇരുന്ന് പണിയെടുത്ത് അതിനെ 10-15 ഇരട്ടിയാക്കും. ഈ വാർത്തകളൊന്നും പാർട്ടിയുടെ മേൽഘടകത്തെ തീരെ ബാധിക്കില്ല. പക്ഷേ കീഴ്ഘടകങ്ങളോ അനുഭാവികളോ സാധാരണ ജനങ്ങളോ പ്രകോപിതരായേക്കാം, അവർ തെരുവിൽ ഇറങ്ങിയേക്കാം. അതൊക്കെ ഓർത്താ ഞാൻ സസ്പെൻസ് കളിച്ചത്, സഹകരിച്ചത്. എന്നുവെച്ച് എന്നെ കുറെ നാളുടെ വീട്ടുതടങ്കലിലാക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് പുറത്തെയാടും. മുമ്പ് കുറെ നാൾ ജയിലിൽ കിടന്നതാ, ഇനി വയ്യ. അതുകൊണ്ട് എത്രയും വേഗം തന്റെ അന്വേഷണം പൂർത്തിയാക്കണം. സർ, ജൂൺ 11-ന് ആശുപത്രി എത്തുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളെല്ലാം
ഓർമ്മയിലുണ്ടാവൂ? കുറച്ചു ദിവസമായില്ലേ? ഓർമ്മ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. മതി സാർ. ഞാനൊരു വയസ്സൻ, മരിക്കാൻ എനിക്ക് ഭയമില്ല. പക്ഷേ ആ മരണം ഒരു ദുരന്തമായാൽ നിങ്ങളൊക്കെ സംശയിച്ചതുപോലെ ഇവിടെ പലതും നടന്നേക്കും. എന്നെ ചൊല്ലി നിരപരാധികളായ എന്റെ പ്രിയപ്പെട്ട സഹാക്കൾ പലരും പഴിയാക്കേണ്ടി വരും. എന്റെ ജീവനേക്കാൾ എനിക്ക് വിലപ്പെട്ടതാണ് എന്റെ പാർട്ടി, അതിലും വലുതാണ് എന്റെ സഹാക്കൾ. ഞാൻ കാരണം ഒരു തുള്ളി രക്തം ഈ മണ്ണിൽ വീണാൽ എനിക്കത് സഹിക്കില്ല. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ച് ഒരു നല്ല കമ്മ്യൂണിസ്റ്റായി എനിക്ക് മരിക്കണം, മറ്റൊന്നും വേണ്ട. എത്രയും വേഗം ഇതിന്റെ പിന്നിൽ ആരായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാനെന്നൊരു വ്യക്തിക്ക് വേണ്ടിയല്ല ഇത്. മനസ്സിലായി സാർ, ഞാൻ കൊണ്ടുവന്നിരിക്കും. ഇറ്റ്സ് എ പ്രോമിസ്. പെരുമാൾ സാർ. ഒരു കാര്യം കൂടി, അന്വേഷണം ഇതിനോടകം കുറെ ദൂരം എത്തിയിട്ടുണ്ടാവുമല്ലോ. സാർ, എന്തെങ്കിലും തുമ്പോ തുരുമ്പോ സൂചനകളോ? ചില സംശയങ്ങളില്ലാതില്ല. ആ സംശയങ്ങളെല്ലാം സത്യമായി തീർന്നാൽ അത് അങ്ങേക്കത്ര കേൾക്കാൻ സുഖമുള്ള കാര്യമായിരിക്കില്ല. അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. എക്സ്ക്യൂസ് മീ സാർ, എക്സ്ക്യൂസ് മീ. ഇന്നലെ എന്നെ ഒഴിവാക്കി നിങ്ങൾ എല്ലാവരും കൂടി സിഎമ്മിന്റെ വീട്ടിൽ എന്ത് മീറ്റിംഗാ കൂടിയത്? ആദ്യം മര്യാദയ്ക്ക് ചോദിക്കും. എന്നാ മര്യാദയ്ക്ക് പറ. പീറ്റർ, Yes. വിവരങ്ങളൊക്കെ സിഎമ്മിനെ അറിയിക്കാൻ വേണ്ടി പോയതാ. പറയേണ്ടി വന്നില്ല. പുള്ളിക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാവുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? അങ്ങനെ അധികമൊന്നും പറഞ്ഞില്ല. അവസാനം പെരുമാളിനോട് വല്ല തുമ്പോ തുരുമ്പോ വല്ലതും കിട്ടിയെന്ന് ചോദിച്ചപ്പോ പെരുമാളിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ സംശയങ്ങൾ നാളെ സത്യമായാൽ കേൾക്കാൻ അത്ര സുഖമുള്ളതായിരിക്കില്ലെന്ന് മാത്രം പറഞ്ഞു. എന്ന് വെച്ചാ അത് തന്നെ. അങ്ങനെയൊന്നും ആവാൻ ചാൻസ് ഇല്ലല്ലോ. 2 DGPമാരും കൂടെ എനിക്കിട്ട് പണിയണ. ഞാൻ കാണിച്ചുതരാം.